നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നവോദയ വിദ്യാലയത്തിലേക്ക് ഉള്ള ഏകദേശം 1500 വേക്കൻസീസാണ് വന്നത്. നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. 10th +2 ITI ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഇത് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് 2024 നോൺ ടീച്ചിങ് പോസ്റ്റാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസി വരുന്നത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നവോദയ വിദ്യാലയത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസ് വരുന്നത് നോയിഡ, ഉത്തർപ്രദേശിലാണ്. പിന്നെ അവർക്ക് 8 റീജിയണൽ ഓഫീസും 7 NLIസും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ 650 ജവഹർ നവോദയ വിദ്യാലയ സ്കൂൾസ് ഉണ്ട്. കേരളത്തിലും ജവഹർ നവോദയ വിദ്യാലയ സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെയും വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസിൻ്റെ എണ്ണം നമുക്കായി നോക്കാം. ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി 121 വേക്കൻസി വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ 5, ഓഡിറ്റ് അസിസ്റ്റൻറ്റ് 12, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 4, ലീഗൽ അസിസ്റ്റൻറ്റ് 1, സ്റ്റെനോഗ്രാഫർ 23, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 2, കാറ്ററിംഗ് സൂപ്പർവൈസർ 78, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഹെഡ്ക്വാർട്ടർ കാഡറിൽ 21, സ്കൂൾ കാഡറിൽ JNVൻ്റെ സ്കൂൾ കാഡറിൽ 360 വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ കം പ്ലംബർ വേക്കൻസി വന്നിട്ടുണ്ട് 128, ലാബ് അറ്റൻഡിന് 161 വേക്കൻസി, മെസ് ഹെൽപ്പർ 442, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെയും 19 വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് അറിയാം, നിങ്ങൾക്ക് അറിയുന്ന പോലെ BSc നഴ്സിംഗ് വേണം. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറും എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റാണ്. ഓഡിറ്റ് അസിസ്റ്റൻറ്റും എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റാണ്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ മാസ്റ്റർ ഡിഗ്രി നിങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കൂടാതെ 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൂടി വേണം. ലീഗൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രി ഇൻ ലോ വേണം, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് +2 പാസ്സാണ്. കൂടാതെ സ്റ്റെനോഗ്രാഫ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലെവൽ 4 വരുന്നതാണ്. ഏകദേശം സാലറി നിങ്ങൾക്ക് 50,000 അടുത്ത് കിട്ടുന്നതായിരിക്കും. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ OBC നോൺ ക്രിമിനൽ 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റാണ്. ലെവൽ 4 തന്നെയാണ് വരുന്നത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. BC അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് /IT ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്ററിംഗ് സൂപ്പർവൈസറും ലെവൽ 4 വരുന്നതാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ബാച്ചിലർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ട്രേഡ് പ്രൊഫഷൻസി ഇൻ സർട്ടിഫിക്കറ്റ് ഇൻ കാറ്ററിംഗ് വിത്ത് മിനിമം ഓഫ് 10 years സർവീസ് ഇൻ ഡിഫൻസ് സർവീസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് അത് അപേക്ഷിക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇത് ഏകദേശം ക്ലറിക്കൽ വേക്കൻസിയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ലെവൽ 2 വരുന്നതാണ്. 35,000 അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC നോൺ ക്രിമിനൽ 30 വയസ്സും SC STക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ +2 ആണ്. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇവരെ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. 30 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ +2 CBSE സ്റ്റേറ്റ് ബോർഡ് വിത്ത് സെക്രട്ടറി പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റോടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേ പോസ്റ്റ് തന്നെയാണ് ജൂനിയർ സെക്രട്ടറി JNV കാഡറിൽ. ഇത് അത്യാവശ്യം നല്ല വേക്കൻസിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ആണെങ്കിൽ 10th ക്ലാസ് പാസ്സാണ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ITI ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാനിൽ ITI ട്രേഡ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കൂടാതെ 2 വർഷം എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, വയറിംഗ്, പ്ലംബിങ്ങിലൊക്കെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രീഷ്യൻ, പ്ലംബറൊക്കെ. ലാബ് അറ്റൻഡൻറ്റിന് 10th പാസ് വിത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലാബോറട്ടറി ടെക്നിക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 12th ക്ലാസ് നിങ്ങൾ സയൻസ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ലാബ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇത് 30,000 അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും. 18 മുതൽ 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. മെസ് ഹെൽപ്പർ 10th പാസ്സാണ്. കൂടാതെ 5 വർഷം എക്സ്പീരിയൻസും വേണം മെസ് ഹെൽപ്പർ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 10th പാസ് ആയാൽ മാത്രം മതി, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ SC STക്കുള്ള OBCക്കുള്ള വയസ്സുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ നോട്ടിഫിക്കേഷൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ ഫുൾ ഡീറ്റെയിൽ നോക്കുക. അപ്പോൾ ഇതിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, പാലക്കാടാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിന് വരുന്നത് റീസണിങ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി നമ്മൾ മെയിനായിട്ട് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിന് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ്, ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ഇംഗ്ലീഷിലും ഹിന്ദിയുടെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇംഗ്ലീഷിൻ്റെയും ജനറൽ ഹിന്ദിൻ്റെയും. കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഹെഡ്ക്വാർട്ടർ RO കാഡറിനും മെൻ്റൽ ആൻഡ് റീസണിങ് എബിലിറ്റിന് 20 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 ക്വസ്റ്റ്യൻ, അതുപോലെ ജനറൽ ഇംഗ്ലീഷിൻ്റെ 15ഉം ജനറൽ ഹിന്ദിൻ്റെ 15 മാർക്കുണ്ടാവും. കമ്പ്യൂട്ടർ ഓപ്പറേഷന് 30 മാർക്കും. ടോട്ടൽ 130 ക്വസ്റ്റ്യൻ, 130 മാർക്കായിരിക്കും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ഇലക്ട്രീഷ്യൻ, പ്ലംബർ ആണെങ്കിൽ റീസണിങ്, ജനറൽ അവയർനെസ്, പ്ലംബിങ്ങും ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ലാബ് അറ്റൻഡൻറ്റിനും റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ലാംഗ്വേജ് കോമ്പറ്റൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. മെസ് ഹെൽപ്പറിനും റീസണിങ്, ജനറൽ അവയർനെസ് ഉണ്ടാകുന്നതായിരിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനും ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും ഒരുവിധം ഇംഗ്ലീഷും ഹിന്ദിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ.
ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് പോസ്റ്റിനാണെങ്കിൽ 1500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST PWD ആണെങ്കിൽ 500 രൂപയായിരിക്കും. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും 1000 രൂപയാണ്. ജനറൽ EWS OBC കാറ്റഗറിക്ക് 1000 രൂപയാണ് ടോട്ടൽ ഫീസായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് 500, പ്രോസസ്സിംഗ് ഫീസ് 500, അങ്ങനെ 1000 രൂപ. SC/ST PWD കാൻഡിഡേറ്റ്സിന് 500 രൂപയായിരിക്കും ടോട്ടൽ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 1/4 മാർക്സ് ആണ് ഡിഡക്റ്റ് ആവുക റോങ് ആൻസറിന്. ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഉണ്ടാവും, ഹിന്ദിയിലും ഉണ്ടാവും.